ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Decode യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 25 GK ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അടുത്തൊരു 25 GK ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോന്നോളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ന് 26 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. 26ാമത്തെ ചോദ്യം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ സി 3. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. ആ ഡിവിഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനെയാണ് 3 ആയിട്ട് തിരിക്കുന്നത്. അടുത്ത ചോദ്യം. ആനമുടിയുടെ ഉയരം. ഓപ്ഷൻ എ 2695, ഓപ്ഷൻ ബി 2765, ഓപ്ഷൻ സി 2430, ഓപ്ഷൻ ഡി 2126. ആൻസർ ഓപ്ഷൻ എ 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. അടുത്ത ചോദ്യം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ എ കോന്നി, ഓപ്ഷൻ ബി മറയൂർ, ഓപ്ഷൻ സി അച്ചൻകോവിൽ, ഓപ്ഷൻ ഡി കുളത്തൂർ പുഴ. ആൻസർ ഓപ്ഷൻ ബി മറയൂർ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂർ എന്ന സ്ഥലത്താണ്. മറയൂർ ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. മറയൂർ ഇടുക്കിയിലാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി ഇടുക്കി. ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യ കൂടിയ ജില്ലയാണെങ്കിൽ അത് മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്, ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി ബാമർ, ഓപ്ഷൻ സി ജോധ്പൂർ, ഓപ്ഷൻ ഡി ബിക്കാനീർ. ഏത് സ്ഥലത്താണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ബാമർ. ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ബാമർ. ബാമർ എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലെ സ്ഥലമാണ് ബാമർ. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ഓപ്ഷൻ എ ഇടനാട്, ഓപ്ഷൻ ബി മലനാട്, ഓപ്ഷൻ സി തീരപ്രദേശം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ മലമ്പുഴ, ഓപ്ഷൻ ബി വാഴാനി, ഓപ്ഷൻ സി പീച്ചി, ഓപ്ഷൻ ഡി നെല്ലാർ. ആൻസർ ഓപ്ഷൻ സി പീച്ചി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി എറണാകുളം. ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? അതിന്റെ ആൻസർ കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലത്തും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കുമാണ്. അടുത്ത ചോദ്യം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. ഓപ്ഷൻ എ കൂട്ടുപുഴ ചുരം, ഓപ്ഷൻ ബി ചെറുപുഴ ചുരം, ഓപ്ഷൻ സി ആലട്ടി ചുരം, ഓപ്ഷൻ ഡി പൊട്ടച്ചിമല ചുരം. ആൻസർ ഓപ്ഷൻ സി ആലട്ടി ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള സൈക്കിൾ ഹൈവേ അടുത്തിടെ തുറന്നുകൊടുത്തത് ഉത്തർപ്രദേശിലാണ്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? ഓപ്ഷൻ എ ചലഞ്ചർ ഗർത്തം, ഓപ്ഷൻ ബി പ്യൂരിട്ടോറിയോ ഗർത്തം, ഓപ്ഷൻ സി മരിയാന ഗർത്തം, ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തം. ആൻസർ ഓപ്ഷൻ ഡി വാർട്ടൺ ഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൺ ഗർത്തം. അടുത്ത ചോദ്യം, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി? ഓപ്ഷൻ എ പാമ്പാർ, ഓപ്ഷൻ ബി ഭവാനി, ഓപ്ഷൻ സി കബനി, ഓപ്ഷൻ ഡി കല്ലടയാർ. ആൻസർ ഓപ്ഷൻ എ പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് ഉള്ളത് നമുക്കറിയാം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അതിലേറ്റവും നീളം കുറഞ്ഞത് പാമ്പാറാണ്. ഏറ്റവും നീളം കൂടിയത് കബനിയുമാണ്. അടുത്ത ചോദ്യം, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവർക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം? ഓപ്ഷൻ എ നിംബസ്, ഓപ്ഷൻ ബി ക്യുമുലസ്, ഓപ്ഷൻ സി സ്ട്രാറ്റസ്, ഓപ്ഷൻ ഡി സിറസ്. ആൻസർ ഓപ്ഷൻ ഡി സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. അടുത്ത ചോദ്യം, 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്, ഓപ്ഷൻ ബി ഷൈനി വിൽസൺ, ഓപ്ഷൻ സി PT ഉഷ, ഓപ്ഷൻ ഡി വത്സമ്മ. ആൻസർ ഓപ്ഷൻ സി PT ഉഷ. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് PT ഉഷ. അടുത്ത ചോദ്യം, സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? ഓപ്ഷൻ എ ചെറുകണ്ടൽ, ഓപ്ഷൻ ബി സുന്ദരി കണ്ടൽ, ഓപ്ഷൻ സി PE കണ്ടൽ, ഓപ്ഷൻ ഡി ഉപ്പട്ടിക്കണ്ടൽ. ആൻസർ ഓപ്ഷൻ ബി സുന്ദരി കണ്ടൽ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി സുന്ദരി കണ്ടലാണ്. അടുത്ത ചോദ്യം, കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി പാലക്കാട്. ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന താലൂക്കിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ കറുത്ത മണ്ണ് നമുക്ക് പരുത്തി കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ്, ഓപ്ഷൻ സി പ്രതിരോധ വകുപ്പ്, ഓപ്ഷൻ ഡി സർവേ ഓഫ് ലാൻഡ് റെക്കോർഡ്സ്. ആൻസർ ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഈ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ സി കോട്ടയം. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ എ ആര്യ സമാജം, ഓപ്ഷൻ ബി ബ്രഹ്മസമാജം, ഓപ്ഷൻ സി രാമകൃഷ്ണ മിഷൻ, ഓപ്ഷൻ ഡി ശുദ്ധി പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആര്യ സമാജം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യ, ഓപ്ഷൻ ബി MN റോയ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി KN രാജ്. ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് എന്ത് വിശേഷിപ്പിച്ചത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. അടുത്ത ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? ഓപ്ഷൻ എ ജനാധിപത്യം, മതേതരത്വം, ഓപ്ഷൻ ബി മതേതരത്വം, സ്ഥിതി സമത്വം, ഓപ്ഷൻ സി സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, ഓപ്ഷൻ ഡി ജനാധിപത്യം, സ്ഥിതി സമത്വം. ആൻസർ ഓപ്ഷൻ ബി
മതേതരത്വം, സ്ഥിതി സമത്വം. 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഭേദഗതിയാണ്. ഈ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വം, സ്ഥിതി സമത്വം എന്നിവ. അടുത്ത ചോദ്യം, മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി ദയ, ഓപ്ഷൻ സി ത്യാഗം, ഓപ്ഷൻ ഡി കരുണ. ആൻസർ ഓപ്ഷൻ ഡി കരുണ. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം കരുണ എന്നാണ്. അടുത്ത ചോദ്യം, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ബി സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു, ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ഓപ്ഷൻ സി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഓപ്ഷൻ ഡി എയും ബിയും ശരി. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്തോളൂ. ആൻസർ ഓപ്ഷൻ എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, അതേപോലെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്താണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ്, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം? ഓപ്ഷൻ എ ഹരീഷ് സാൽവെ, ഓപ്ഷൻ ബി അരുൺ ഗോയൽ, ഓപ്ഷൻ സി അഭിഷേക് സിംഗ്വി, ഓപ്ഷൻ ഡി അരുൺ ശർമ്മ. ആൻസർ ഓപ്ഷൻ ബി അരുൺ ഗോയൽ. അടുത്തത് 50ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം? ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ, ഓപ്ഷൻ ബി കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങൾ, ഓപ്ഷൻ സി കുട്ടികൾ സംരക്ഷകർ, ഓപ്ഷൻ ഡി കോവിഡിന് പ്രതിരോധം കുട്ടികളിലൂടെ. ആൻസർ ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നതാണ്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ എന്നാണ്? അത് നവംബർ 20 ആണ് കേട്ടോ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ നവംബർ 20 അപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 GK ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് തെറ്റിപ്പോയ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എഴുതിയെടുത്ത് പഠിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.